കേരള മണ്ണിൽ പന്തുരുട്ടാൻ അർജന്റീന ടീം എത്തുന്നു. 2025 ഒക്ടോബറിൽ അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലെത്തുമെന്നാണ് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറയുന്നത്. 2 സൗഹൃദ മത്സരങ്ങൾ കേരളത്തിൽ കളിക്കും. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരുന്നുണ്ട്. ടിൻഡു, കൂടുതൽ വിവരങ്ങൾ. ആതിര, കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അർജന്റീന അന്തർദേശീയ ടീമുമായി നടത്തിയ ഓൺലൈൻ ചർച്ചയിലാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. 2025 ഒക്ടോബർ മാസത്തോടുകൂടി അർജന്റീന ടീം അംഗങ്ങൾ കേരളത്തിലെത്തുകയും സൗഹൃദ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 2 സൗഹൃദ മത്സരങ്ങളിലായിരിക്കും പങ്കെടുക്കുക. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനോടൊപ്പം കൂടെ ചേർന്ന് 5000 കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകാനും തീരുമാനമായിട്ടുണ്ട്. ഈ വർഷം 2024 ജൂണിൽ അർജന്റീന ടീം കേരളത്തിലെത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ജൂൺ മാസം മൺസൂൺ കാലമായതിനാൽ കാലാവസ്ഥ അനുയോജ്യമല്ലാത്തതിനാലാണ് എത്താതിരുന്നത്. എന്തായാലും സൗഹൃദ മത്സരങ്ങളും അതോടൊപ്പം തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോളിനെ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നെഞ്ചിലേറ്റുന്ന ഒരു ജനതയാണ്. ആ ജനതയോടൊപ്പം ചേരാനും അവർക്ക് വേണ്ടിയിട്ട് പരിശീലനങ്ങൾ ആരംഭിക്കാനും അർജന്റീന ടീം സന്നദ്ധ അറിയിച്ചിട്ടുണ്ട്. ദേശീയ അന്തർദേശീയ താരങ്ങളായിരിക്കും ഒരുപക്ഷെ 2025 ഒക്ടോബറിൽ കേരള മണ്ണിൽ പന്തുരുട്ടുക. 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ള ദേശീയ താരങ്ങളെ ഇതിനോടൊപ്പം തന്നെ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകളിലായിരുന്നു ഇത്തരത്തിലൊരു സന്നദ്ധ അറിയിച്ചിരുന്നത്. എന്തായാലും കേരളത്തിന്റെ മണ്ണിൽ പന്തുരുട്ടാൻ അർജന്റീന ടീം എത്തുകയാണ്. അർജന്റീന അല്ലെങ്കിൽ ലോകരാജ്യങ്ങളിൽ വെച്ച് ഫുട്ബോളിനെ ഏറ്റവും കൂടുതൽ നെഞ്ചിലേറ്റിയ ജനതയാണ് കേരള ജനത. അപ്പോൾ ആ ഒരു മണ്ണിലേക്ക് വരുന്നതിൽ അർജന്റീന ടീം അംഗങ്ങളും സന്തോഷം അറിയിച്ചിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വർഷം, അതായത് 2025 ഒക്ടോബർ മാസത്തിലായിരിക്കും ടീം അംഗങ്ങൾ കേരളത്തിലെത്തുക. ആതിര, ശരി, അതുതന്നെയാണ്. കേരള മണ്ണിൽ പന്തുരുട്ടാൻ അർജന്റീന ടീം എത്തുന്നു. 2025 ഒക്ടോബറിൽ അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലെത്തുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാനാണ് പറഞ്ഞത്. 2 സൗഹൃദ മത്സരങ്ങൾ കേരളത്തിൽ കളിക്കും. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി നടത്തിയ ചർച്ചയിലാണ് ഈ ഒരു തീരുമാനം. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡുദാസ്.